സഹകാരി റൈസ് പ്ലസിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ നോക്കുന്നത് ജെറണ്ടാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ നമ്മൾ പഠിക്കുന്ന കാര്യം അതുപോലെ തന്നെയാണ് ജെറണ്ടിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജെറണ്ട് എന്താണെന്നും ഇപ്പോൾ ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും ഇപ്പോൾ ജെറണ്ടുമായി ഇത്രയും കാലം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണെന്നും പരിചയപ്പെടാൻ വേണ്ടി പോകുന്നു. അപ്പോൾ എന്താണ് ഈ ജെറണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോണം, വെർബിന്റെ അല്ലെങ്കിൽ ING രൂപത്തിൽ വരുന്ന വാക്കുകളാണ് ജെറണ്ട്. എളുപ്പമാണ് ആ ടോപ്പിക്ക്, വലിയ പാടുള്ള ടോപ്പിക്കില്ല. ഒരു 10-12 റൂൾ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ജെറണ്ട് സെറ്റാണ്. ജെറണ്ട് എപ്പോഴും നമുക്ക് സെറ്റാണ്. ആ സാധനങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ആദ്യമേ ഉത്തരം ഞാൻ പറഞ്ഞു തന്നു, ING ആണ് ഉത്തരം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാനും കണ്ടെത്താനും ഒക്കെ എളുപ്പമാണ്. അപ്പൊ ചില വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന INGകൾക്കാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ആ വാക്കുകളൊക്കെ ഒന്ന് പഠിക്കുന്നു. ചില വാക്കുകൾ കഴിഞ്ഞാൽ ING ആണ് വരുന്നത്, അതൊന്ന് പഠിക്കുന്നു. ഇത്രയേ ഉള്ളൂ സാധനം. അപ്പൊ എന്താണ് ഈ ജെറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണം, വെർബിന്റെ നോക്ക്, വെർബിന്റെ V1 ഫോമിനോടൊപ്പം എന്ത് ചേർത്ത് പറയുന്നു കുട്ടികളെ? ING ചേർത്ത് പറഞ്ഞാൽ, വെർബിന്റെ V1 ഫോമിനോടൊപ്പം ING ചേർത്ത് പറഞ്ഞാൽ കിട്ടുന്ന വാക്കുകളാണ് ജെറണ്ട് എന്നും പറയും. അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയും. എന്തൊക്കെ പറയും കുട്ടികളെ? ജെറണ്ട് എന്നും പറയും, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയും കേട്ടോ. അപ്പൊ വെർബിന്റെ V1നോടൊപ്പം ING ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ജെറണ്ട് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ജെറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ട് പേര് ഞാൻ പറഞ്ഞു. ഒന്ന് ജെറണ്ട് എന്നും പറഞ്ഞു, രണ്ടാമത്തെ ഏതും പറഞ്ഞു കുട്ടികളെ? പ്രസന്റ് പാർട്ടിസിപ്പിൾ. അധികം പരിചയമില്ലാത്തൊരു വാക്കാണ് ഞാൻ ഈ പറഞ്ഞത്, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറഞ്ഞു. അപ്പൊ എന്താണ് ഇവ എന്നൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ചോദ്യം, സ്മോക്ക് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ING ചേർത്തപ്പോ നമുക്ക് എന്തെന്ന് കിട്ടിയടേ? സ്മോക്കിംഗ് എന്ന് കിട്ടി. സ്മോക്ക് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ING ചേർത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? സ്മോക്കിംഗ് എന്ന് കിട്ടി. ഈ സ്മോക്കിംഗ് എന്ന് പറയുന്നതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? ജെറണ്ട് എന്നും വിളിക്കാം, അതുപോലെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. INGയിൽ വരുന്ന വാക്കായതുകൊണ്ട് ജെറണ്ട് എന്നും പറയാം, അതിനെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. ഓക്കെ, ഇനി ഈ രണ്ട് പേരുകൾ തമ്മിൽ കുട്ടികളെ നോക്കിയ ആദ്യത്തെ കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ് ഞാൻ ഈ പറയണത്. അതായത് സംശയം ഉണ്ടാക്കുന്നതും നമ്മൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് ഈ പറയുന്നത്. വളരെ ചെറിയ കാര്യങ്ങളിലും നമ്മളെ തെറ്റിക്കാൻ പാകത്തിലുള്ള എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ ഈ ജെറണ്ട് എന്ന് പറയുന്നതും അതുപോലെ INGയിൽ വരുന്ന വാക്കിന് പറയുന്ന മറ്റൊരു പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. ഈ രണ്ട് വാക്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ജെറണ്ട് എന്ന് പറയുന്ന ING രൂപത്തിലുള്ള വാക്കുകൾ ഒരിക്കലും എന്തല്ല? പ്രസന്റ് പാർട്ടിസിപ്പിളും അല്ല. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന വാക്ക് എന്തല്ല? ജെറണ്ടും അല്ല. അതായത് രണ്ടും കാഴ്ചയിൽ ING ആണെങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് അർത്ഥം. INGയിലുള്ള വാക്കുകൾക്ക് രണ്ട് പേരുകൾ പറയുന്നു, ജെറണ്ട് അല്ലെങ്കിൽ പ്രസന്റ് പാർട്ടിസിപ്പിള്. ഇനി ഇവ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ആ വ്യത്യാസം എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിയേ, ജെറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ പഠിച്ചോ, ഒരു മാർക്ക്. ജെറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ INGയിൽ വരുന്ന വാക്കുകളെ നൗണായിട്ട് ഉപയോഗിച്ചാൽ, ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് ജെറണ്ട്. നമ്മൾ മലയാളത്തിൽ ക്രിയാനാമങ്ങൾ എന്ന് പറയും ഇല്ലേ? INGയിൽ വരുന്ന വാക്കിനെ ഒരു നൗണായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? ജെറണ്ട് എന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ? INGയിൽ വരുന്ന വാക്കുകളെ ഒരു വെർബായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ സാധാരണ വെർബായിട്ട് വാക്കിംഗ് എന്ന് പറയുന്ന വെർബായിട്ട് ഉപയോഗിക്കുന്നു, ഈറ്റിംഗ് എന്ന് പറയുന്ന വെർബായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ വെർബായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ ചില ചോദ്യങ്ങളിൽ 2 ING ഒക്കെ വരും. അതിനകത്ത് നിന്ന് പിക്ക് ഔട്ട് ജെറണ്ട് എന്ന് പറയും. ചിലപ്പോൾ ഒരെണ്ണം ആയിരിക്കും ജെറണ്ട്. അപ്പൊ നാമമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ING ഒന്നായിരിക്കും, മറ്റത് വെർബായിരിക്കും. കണ്ടെത്തണം, നമ്മളതെല്ലാം പഠിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞ വ്യത്യാസം എന്താണ് കുട്ടികളെ? ജെറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ INGയിൽ വരുന്ന വാക്കിനെ നൗണായിട്ട് ഉപയോഗിക്കുന്നു. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ INGയിൽ വരുന്ന വാക്കിനെ വെർബായിട്ട് ഉപയോഗിക്കുന്നു. നോക്കിയാണ് ഇവിടെ ജെറണ്ടായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സെന്റൻസിന്റെ തുടക്കത്തിലാണ് കിടക്കുന്നത്. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് INGയിലെ വാക്ക് വന്നിരിക്കുന്നു, ജെറണ്ടാണ് ഇല്ലേ? രണ്ടാമത്തെ നോക്കിയാണ്, ഐ ആം റൈറ്റിംഗ് എ നോവൽ. കണ്ടല്ലോ, ആം കഴിഞ്ഞിട്ട് ING വന്നിരിക്കുന്നു. കൂട്ടുകാരെ പഠിക്കുക, ഓക്സിലറി വെർബുകൾ കഴിഞ്ഞിട്ട് ING വന്നിട്ടുണ്ടെങ്കിൽ അത് പൊതുവെ എന്തായിരിക്കും? വെർബായിട്ട് ആക്ട് ചെയ്യുന്നതായിരിക്കും പ്രസന്റ് പാർട്ടിസിപ്പിൾ. നോക്കുക, ഐ സബ്ജക്റ്റ് ആണ്, ആം ഓക്സിലറി, റൈറ്റിംഗ് വെർബാണ്, എ നോവൽ ഒബ്ജക്റ്റ് ആണ്. കണ്ടോ? അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയുന്ന പേര് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞൊന്ന് പറഞ്ഞേ, എന്തൊക്കെ പറഞ്ഞു?
ജെറണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ING വരുന്ന വാക്ക് രണ്ട് പേരുകൾ എന്തൊക്കെ പറഞ്ഞു? ജെറണ്ട് എന്നും പറയാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നും പറയാം. തമ്മിലുള്ള വ്യത്യാസം ING വരുന്ന വാക്കിനെ ഒരു നൗണായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ജെറണ്ട്, ING വരുന്ന വാക്കിനെ ഒരു വെർബായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. സാധാരണ ഓക്സിലറി വെർബുകൾ കഴിഞ്ഞിട്ട് ഒരു ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിള്. സെന്റൻസിൽ ഒരു നൗൺ ആയിട്ടാണ് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേര് ജെറണ്ട്. ഇനി മനസ്സിലാവൂല്ലോ, വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ INGയും എന്തല്ല? ജെറണ്ട് അല്ല. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ഇനി നമുക്ക് ജെറണ്ട് എങ്ങനെ കണ്ടെത്താം? അപ്പൊ നമുക്ക് ഡൗട്ട് വരുന്നത് ഇനി രണ്ട് ING ഒക്കെ വന്നാൽ എങ്ങനെ ജെറണ്ടിനെ കണ്ടെത്താം? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഫൈൻഡ് ഔട്ട് ജെറണ്ട്. എങ്ങനെ നമുക്ക് ജെറണ്ടിനെ കണ്ടെത്താം? ഫൈൻഡിങ് ഓഫ് ജെറണ്ട്. ഒരു ജെറണ്ട് ഒരു രണ്ട് INGയോ മൂന്ന് INGയോ ഒക്കെ ഒരു സെന്റൻസിനകത്ത് ചേർന്ന് അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്, നമ്മൾ ചെയ്യിക്കും. അപ്പൊ രണ്ടോ മൂന്നോ ING ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജെറണ്ട് കണ്ടെത്താം, ജെറണ്ടിനെ എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഫൈൻഡിങ് ഓഫ് ജെറണ്ട്. നോക്കിയാണ് കുട്ടികളെ, ഒരു രണ്ട് മെത്തേഡ് അനുസരിച്ചാണ് ജെറണ്ട് കണ്ടെത്തുന്നത്. രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ജെറണ്ട് കണ്ടെത്താം. അതിൽ ഒന്നാമത്തത് ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. ഒന്നാമത്തെ മെത്തേഡ് എന്താണല്ലോ? ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. അതായത് ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട്. അപ്പൊ എന്താണ് ഈ സബ്ജക്റ്റിന്റെ സ്ഥാനം? അതേപോലെ എന്താണ് ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനം? സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്കുകളാണ് സബ്ജക്റ്റ്. അതൊരു ING വാക്കാണെങ്കിൽ അതിനെ പറയുന്ന പേര് ജെറണ്ട്. നമ്മൾ സാധാരണ ഒരു സെന്റൻസ് എഴുതൂല, രാജു റൈറ്റ്സ് എ നോവൽ. രാജു റൈറ്റ്സ് എ നോവൽ. കണ്ടല്ലോ, ഇവിടെ രാജു എന്ന് പറയുന്ന സബ്ജക്റ്റ്, റൈറ്റ്സ് എന്ന് പറയുന്ന വെർബ്, എ നോവൽ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അതായത് വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. കേട്ടോ, അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. ജെറണ്ടിന്റെ കാര്യത്തിൽ പറയുമ്പം ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട്. സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. ഇനി എന്താണ് ഈ സബ്ജക്റ്റിന്റെ സ്ഥാനം? ഒരു സെന്റൻസിൽ തുടക്കത്തിൽ വരുന്ന വാക്കാണ് സബ്ജക്റ്റ്, അത് ഒരു ING വാക്കാണെങ്കിൽ ജെറണ്ട്. മനസ്സിലായല്ലോ? ഒരു സെന്റൻസിൽ തുടക്കത്തിൽ വരുന്ന വാക്കാണ് സബ്ജക്റ്റ്, അതൊരു ING വാക്കാണെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട്. ഇനി ഒബ്ജക്റ്റിന്റെ സ്ഥാനം ഏതാ? ഒരു സെന്റൻസിൽ വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കാണ് ഒബ്ജക്റ്റ്, അതൊരു ING വാക്കാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് അതിന് പറയുന്ന പേരാണ് ജെറണ്ട്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന വാക്കുകളാണ് ഒബ്ജക്റ്റ്, അതൊരു ING വാക്കാണെങ്കിൽ അതിന് പറയുന്ന പേര് ജെറണ്ട് എന്ന് പറയാം. അപ്പൊ ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജെറണ്ട് എന്ന് വിളിക്കാം. എന്താണ് സബ്ജക്റ്റ്? സെന്റൻസിന്റെ തുടക്കത്തിൽ വരുന്ന വാക്ക്. എന്താണ് ഒബ്ജക്റ്റ്? വെർബിന്റെ തൊട്ടടുത്ത് വരുന്ന വാക്ക്. ഈ രണ്ട് സ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജെറണ്ട് എന്ന് വിളിക്കാം. നമുക്ക് എക്സാമ്പിളിലൂടെ പരിചയപ്പെടാം. ക്ലീനിങ് ഈസ് എ ഗുഡ് ഹാബിറ്റ്. കണ്ടല്ലോ, ക്ലീനിങ് എന്ന് പറയുന്ന സെന്റൻസിന്റെ തുടക്കത്തിൽ വന്നിരിക്കുന്നു. തുടക്കത്തിൽ വരുന്ന വാക്കാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അതൊരു ING വാക്കായതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ജെറണ്ട്. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, ഷീ ലൈക്സ് ഡാൻസിങ്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, ലൈക്സ് എന്ന് പറയുന്ന വെർബാണ്. വെർബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ING വന്നിരിക്കുന്നു, അത് ഒബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ING വന്നിരിക്കുന്നത്. ING ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേര് ജെറണ്ട്. അപ്പൊ ജെറണ്ട് കണ്ടെത്തുന്ന ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണ് കുട്ടികളെ? സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്ത് ING വാക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ മെത്തേഡാണ് അടുത്ത് പറയുന്നത്. നോക്കിയേ, ചോദിച്ചുള്ള ക്വസ്റ്റ്യനാണ്. പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ING വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ജെറണ്ട്. അതായത് ഒരു സെന്റൻസിൽ ഒരു ING വാക്ക് കിടക്കുന്ന നമ്മൾ കണ്ടു. അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന വാക്ക് ഏതാണെന്ന് നോക്കണം. അതൊരു പൊസസീവ് അഡ്ജക്റ്റീവ് ആണ് നോക്കണം. അപ്പൊ എന്താണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ്? നോക്കിയേ, പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഏതൊക്കെയാണ് കൂട്ടല്ലേ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഈ വാക്കുകളാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് കഴിഞ്ഞിട്ടാണ് ING കിടക്കുന്നതെങ്കിൽ ഈ ING വാക്കിനെ വിളിക്കുന്ന പേര് ജെറണ്ട്. ആ വാക്കിന് പറയുന്ന പേര് ജെറണ്ട്. ഇപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവുകൾ കഴിഞ്ഞിട്ടാണ് ING കിടക്കുന്നതെങ്കിലും അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം?
ജെറണ്ട് എന്ന് വിളിക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ക്ലിയർ ആണല്ലോ? ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ഐ എൻജോയ്ഡ് ഹെർ ഡാൻസിങ്. കണ്ടല്ലോ ഇവിടെ എൻജോയ്ഡ്. ഹെർ എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ട് ഒരു ING വാക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജെറണ്ട് എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? അപ്പൊ പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ING വാക്ക് വന്നാലും ജെറണ്ട് എന്ന് പറയാം. നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ജെറണ്ട് കണ്ടെത്തുന്ന രണ്ട് മെത്തേഡ് ഏതൊക്കെ പറഞ്ഞു കൂട്ടില്ലേ? ആക്ട് ആസ് എ സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ്. സബ്ജക്റ്റിന്റെയോ ഒബ്ജക്റ്റിന്റെയോ സ്ഥാനത്താണ് ING വാക്ക് വന്നിരിക്കുന്നതെങ്കിൽ ജെറണ്ട് എന്ന് പറയാം. രണ്ടാമത് പറഞ്ഞ എന്തായിരുന്നു കൂട്ടില്ല? രണ്ടാമത് പറഞ്ഞത് പൊസസീവ് അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് ING വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കാം? ജെറണ്ട് എന്ന് വിളിക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെ ഉറച്ചു പറ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഒരു തവണ കൂടെ പറഞ്ഞേ. മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് വെച്ച് ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജെറണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാന്നുണ്ട്. അപ്പൊ ജെറണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞോണം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഫൈൻഡ് ഔട്ട് ജെറണ്ട്. ജെറണ്ട് കണ്ടെത്തുക. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താം. രണ്ടാമത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അതായത് ഡാഷ് എന്നിട്ട് എന്ത് ചെയ്യണം കുട്ടികളെ? ഫില്ലപ്പ് ചെയ്യണം. അപ്പൊ അത് ജെറണ്ട് ഫില്ല് ചെയ്യാനുള്ള ചോദ്യങ്ങൾ. പിന്നെ നമ്മൾ പറയുന്നത് ജെറണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാന്നാണ്. മൂന്നാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഓൾറെഡി ജെറണ്ട് ഉപയോഗിച്ച സെന്റൻസുകൾ തന്നിട്ടുണ്ടായിരിക്കും. അതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏത്, തെറ്റായിട്ടുള്ള സെന്റൻസ് ഏത് കണ്ടെത്താൻ എറർ കണ്ടെത്തുക, അല്ലെങ്കിൽ കറക്റ്റ് സെന്റൻസ് കണ്ടെത്തുക. ഇനി ഒരു സെന്റൻസ് തന്നിട്ട് ആ സെന്റൻസിലെ ശരിയായ രൂപം ഏത് ജെറണ്ടുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. അവിടെ നോക്കിയോണേ. ഇനി നമ്മൾ ജെറണ്ട് എങ്ങനെ ഫില്ല് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു 11-12 റൂള് നമ്മൾ പഠിക്കും. കുറച്ച് വാക്കുകൾ പഠിക്കാൻ വേണ്ടി മാത്രം ആയിട്ട് റൂള് പഠിക്കും. ചെറിയ കോഡൊക്കെ വെച്ചിട്ടും ചെറിയ ഐഡിയയിലൊക്കെ നമ്മൾ അങ്ങ് പഠിച്ചു പോകും. നോക്കിയേ, അതിൽ ഒന്നാമത്തത് ഏതൊക്കെ വാക്കുകൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊക്കെ യൂസേജ് കഴിഞ്ഞാൽ ജെറണ്ട് ഉപയോഗിക്കാം, ING ഉപയോഗിക്കാം, അതിനുള്ള വാക്കുകളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്നോടൊപ്പം ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിച്ചേ. ഒന്നാമത്തത് E³ + ING. E³ എന്നാണ്. E³ + ING. ഒന്നാമത്തെ ഏതാണ് കുട്ടികളെ? E³ + ING. ഓക്കെ, E³ അതായത് E³ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ഈല് 3 വാക്കുകൾ എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ് വാക്കുകൾ? ഒന്നാമത്തത് എൻജോയ്, രണ്ടാമത്തത് എക്സ്ക്യൂസ്, എസ്കേപ്പ്. അപ്പൊ എക്സ്ക്യൂസ്, എൻജോയ്, എസ്കേപ്പ് 3 വാക്കുകൾ പറഞ്ഞു കുട്ടികളെ. എക്സ്ക്യൂസ്, എൻജോയ്, എസ്കേപ്പ്. ഒരു തവണ കൂടെ പറ. എക്സ്ക്യൂസ്, എൻജോയ്, എസ്കേപ്പ്. ഇവിടെ ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഉത്തരം എന്തായിരിക്കണം? ING. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ING അവിടെ ഉത്തരമായിട്ട് വരുന്നു. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. ഈ വാക്കുകളുടെ V1 വരാം, V2 വരാം, SES അവസാനിക്കുന്ന വെർബുകൾ വരാം. SES അതുപോലെ IES അവസാനിക്കുന്ന വെർബുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്നത് എന്താണ്? ING. അപ്പൊ E³ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. ചോദ്യം നോക്കാം. ചോദ്യം നോക്കിയേ. ഹി എൻജോയ്ഡ് ഡാഷ് നോവൽ. ഹി എൻജോയ്ഡ് ഡാഷ് നോവൽ. നിങ്ങൾ ഇതിന് ഉത്തരം പറഞ്ഞു നോക്കിയേ. റീഡിംഗ് ഉണ്ട്, ടു റീഡ് ഉണ്ട്, റീഡ് ഉണ്ട്, അതുപോലെ റീഡ്സ് ഉണ്ട്. ഏത് വരുന്നു കൂട്ടില്ലേ? എൻജോയ്ഡ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ING, റീഡിങ്. അടുത്ത ചോദ്യം നോക്കിയേ. ഡിഡ് അരുൺ എൻജോയ് ഡാഷ് ടൈം വിത്ത് ഹിസ് ബ്രദർ. ഡിഡ് അരുൺ എൻജോയ് ഡാഷ് ടൈം വിത്ത് ഹിസ് ബ്രദർ. സ്പെൻഡ് ഉണ്ട്, ടു സ്പെൻഡ് ഉണ്ട്, സ്പെൻഡിങ് ഉണ്ട്, സ്പെൻസ് ഉണ്ട്. ഏത് വരുന്നു കൂട്ടില്ലേ? എൻജോയ് കഴിഞ്ഞാൽ ഉത്തരം ഏത് വരുന്നു? സ്പെൻഡിങ് വരുന്നു. നമുക്ക് നിങ്ങൾക്ക് ഡൗട്ട് വരും, അരുണ് എന്ന് പറയുന്നത് സിംഗുലാർ അല്ലേ, എന്തുകൊണ്ട് അവിടെ എൻജോയ് ഉപയോഗിച്ചു, എൻജോയ്സ് വന്നില്ലേ എന്ന് ആരെങ്കിലും ഒക്കെ ഡൗട്ട് വരുന്നെങ്കിൽ നോക്കാം. ഡിഡ് വരുന്ന സെന്റൻസ് ആണ്. ഡിഡ്, ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ V1 ആണ് വരുന്നത്. സബ്ജക്ട് സിംഗുലാർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും V1 ആണ്. ഓക്കെ, അപ്പൊ ഈ വാക്കുകൾ നോക്കിയേ. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് കഴിഞ്ഞാൽ ING ഉത്തരം. അടുത്ത് നോക്കിയ ചോദ്യം. വി എൻജോയ് ഡാഷ് ക്രിക്കറ്റ്. വി എൻജോയ് ഡാഷ് ക്രിക്കറ്റ്. ഉത്തരം പറഞ്ഞേ. പ്ലേ, ടു പ്ലേ, പ്ലേയിങ്, പ്ലേഡ്. ഏത് വരുന്നു കൂട്ടല്ലേ? എൻജോയ് കഴിഞ്ഞാൽ പ്ലേയിങ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയേ. യു ഹാവ് നോ എക്സ്ക്യൂസ് ഫോർ ഡാഷ് ഏർലി. കണ്ടല്ലോ, അവിടെ എക്സ്ക്യൂസ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കൂട്ടല്ലേ?
ING. ബി ഉണ്ട്, ടു ബി ഉണ്ട്, ബീയിങ് ഉണ്ട്, ബീനുണ്ട്. ഏത് വരുന്നു? ബീയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ബീയിങ്. അപ്പൊ നമ്മൾ ആദ്യത്തെ റൂളാണ് പഠിച്ചത്, ഇ ക്യൂബ് പ്ലസ് ING. ഈ ക്യൂബിൽ വരുന്ന 3 വാക്കുകൾ ഉറച്ചു പറഞ്ഞേ. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് പ്ലസ് ING. രണ്ടാമത്തെ റൂള് പഠിക്കാം. നോക്കിയേ, രണ്ടാമത്തെ റൂള് നോക്കിയോണേ. രണ്ടാമത്തെ റൂള് പഠിക്കുന്നതിന് മുമ്പേ ഞാനൊരു കഥ പറഞ്ഞുതരാം. നോക്കിയാണ് കുട്ടികളെ, നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് മലയാളം കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. ഒന്ന്, ലോട്ടറി ഉപയോഗമില്ലാത്തതാണ്. അപ്പൊ നിങ്ങൾ കുറച്ചു പേരെങ്കിലും പറയും ഉപയോഗം ഉണ്ടെന്ന്. നമുക്ക് ഉപയോഗപ്പെടണുണ്ടാ? അത് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഉപകാരപ്പെടണുണ്ടാ? അതില്ല. അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണ്, ലോട്ടറി ഉപയോഗമില്ല. എല്ലാവർക്കും ഉപയോഗപ്പെടുന്നില്ല, അതുകൊണ്ട് ഉപയോഗമില്ല എന്ന് പറയാം. രണ്ടാമത്തെ, ലോട്ടറി എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നത് നല്ലതല്ല. ലോട്ടറി എടുക്കുന്നത് നല്ലതല്ല. അപ്പൊ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വാക്കുകൾ കേൾക്കാം, ഉപയോഗമില്ല, നല്ലതല്ല. ഇനി ലോട്ടറി മൂല്യമില്ലാത്തതാണ്. മൂല്യമുള്ളതാണോ കുട്ടികളെ? ഒരു ചാക്ക് ലോട്ടറി ടിക്കറ്റ് ഇരുന്നിട്ട് വല്ല മൂല്യം ഉണ്ടോ? ഇല്ല, മൂല്യമില്ലാത്തതാണ്. 3 വാക്കുകൾ പറഞ്ഞാൽ ഏതൊക്കെ പറഞ്ഞു? ഉപയോഗമില്ല, നല്ലതല്ല, എന്ത് ചെയ്യുന്നു? മൂല്യമില്ല. ഇനി ലോട്ടറി എടുക്കുന്നത് പൈസ നഷ്ടമാണ്. നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പോണത് അറിയില്ല, ഇല്ലേ? അഡിക്ഷൻ പോലെയാണ്, പൈസ നഷ്ടമാണ്. ഇനി 4-മത്തത് അല്ലെങ്കിൽ 5-മത്തത്, സമയനഷ്ടമാണ്. ലോട്ടറി ടിക്കറ്റ് നോക്കിക്കൊണ്ടിരുന്ന സമയമുള്ള സമയം അത്രയും കളയും, സമയനഷ്ടമാണ്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞാണ് കുട്ടികളെ, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഉപയോഗമില്ല, നല്ലതല്ല, എന്ത് ചെയ്യുന്നൂടെ? അതേപോലെ എന്ത് ചെയ്യുന്നു? മൂല്യമില്ല, സമയനഷ്ടം, പൈസ നഷ്ടം. ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞാണ് കുട്ടികളെ. ഉപയോഗമില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? യൂസ്ലെസ് വേണ്ട, നോ യൂസ്. എന്തെന്ന് പറയാൻ കുട്ടികളെ? നോ യൂസ്. നമുക്ക് അത്ര സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് വേണ്ട, ദാരിദ്ര്യ ഇംഗ്ലീഷ് മതി. നോ യൂസ്. രണ്ടാമത്തത്, നല്ലതല്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? നോട്ട് ഗുഡ് കേട്ടാ, നോട്ട് ഗുഡ്. എന്ത് ചെയ്യുന്നൂടെ? നോട്ട് ഗുഡ്. ഇനി എന്ത് ചെയ്യും? മൂല്യമില്ല എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ കുട്ടികളെ? വെർത്ത് എന്ന് പറഞ്ഞ മൂല്യമുള്ളത്. അപ്പൊ നോട്ട് വെർത്ത്, നോട്ട് വെർത്ത്, നോട്ട് വെർത്ത്. ഓക്കെ. സമയനഷ്ടം എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാൻ കുട്ടികളെ? വേസ്റ്റ് ഓഫ് ടൈം. പറഞ്ഞാണ് കുട്ടികളെ, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം. ഇനി ഇതേപോലെ പൈസ നഷ്ടം എന്ന് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് മണി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5 വാക്കുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, നോ യൂസ്, നോട്ട് ഗുഡ്, നോട്ട് വെർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. അത് തന്നെയാണ് അടുത്ത വാക്കുകൾ. നമുക്ക് വാക്കുകൾ ഇതാണ്. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. ആദ്യത്തെ വാക്ക് ഏതാ ഉണ്ടായി? ഇറ്റ് ഈസ് ഓഫ് നോ യൂസ് ആണ് കേട്ടാ. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. രണ്ടാമത്തെ വാക്ക് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. കണ്ടാ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. മൂന്നാമത്തെ വാക്ക് ഏതാ? ഇറ്റ് ഈസ് നോട്ട് വെർത്ത്, ഇറ്റ് ഈസ് നോട്ട് വെർത്ത്. നാലാമത്തെ വാക്ക് ഏതാ? ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അഞ്ചാമത്തെ വാക്ക് ഏതാ? ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. ഇറ്റ് ഈസ് എന്ന് പറയുന്ന ലോട്ടറി എന്ന് ഓർത്താൽ മതി. 5 വാക്കുകൾ കിട്ടിയ. ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. മൂന്നാമത്തത് ഇറ്റ് ഈസ് നോട്ട് വെർത്ത്. നാലാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അഞ്ചാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. 5 വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്നത് എപ്പോഴും ING ആണ്. തുടർന്ന് വരുന്ന വാക്ക് ING. വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. മൂന്നാമത്തത് ഇറ്റ് ഈസ് നോട്ട് വെർത്ത്. നാലാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം. അഞ്ചാമത്തത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് മണി പ്ലസ് ING. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുന്നു? ING, വെർബിന്റെ ING രൂപം, അല്ലെങ്കിൽ ING ജെറണ്ട് ആണ് അവിടെ വരുന്നത്. നമുക്ക് ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. ചോദ്യം ഇതാണ്: ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ഡാഷ് വിത്ത് ഹിം. ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ഡാഷ് വിത്ത് ഹിം. ആർഗ്യൂ ഉണ്ട്, ആർഗ്യൂയിങ് ഉണ്ട്, ടു ആർഗ്യൂയിങ് ഉണ്ട്, ടു ആർഗ്യൂ ഉണ്ട്. ഏത് ഉത്തരം വരും കുട്ടികളെ? വേസ്റ്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ ING ഉത്തരം. ഇപ്പൊ 2 + ING വല്ലതും പറഞ്ഞു നമ്മള്? പറഞ്ഞില്ല. 2 ഒന്നും ചേർക്കാൻ പറഞ്ഞില്ല. അപ്പൊ ING മാത്രം. ആർഗ്യൂയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഡാഷ് എബൌട്ട് ഇറ്റ് ഫോർ സോ ലോങ്. കണ്ടല്ലോ, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഡാഷ് എബൌട്ട് ഇറ്റ് ഫോർ സോ ലോങ്. നിങ്ങൾ തന്നെ പറ. ടോക്ക് ഉണ്ട്, ടോക്കിംഗ് ഉണ്ട്, ടു ടോക്ക് ഉണ്ട്, ടോൾഡ് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? നമുക്ക് ഇറ്റ് ഈസ് നോട്ട് ഗുഡ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ING. ഇപ്പൊ ടോക്കിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് നോട്ട് വർത്ത് ഡാഷ് എബൌട്ട് ലോസ്റ്റ് അംബ്രല്ല. കണ്ടല്ലോ തന്നിരിക്കുന്നതിൽ. നമുക്ക് നോട്ട് വർത്ത് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ING ഉത്തരം. ബോദർ ഉണ്ട്, ബോദേഴ്സ് ഉണ്ട്, ടു ബോദർ ഉണ്ട്, ബോദറിംഗ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? ബോദറിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു?
ബോദറിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് വരുന്നത് വാക്കുകൾ ഏതൊക്കെയാണ്? രണ്ടാമത്തെ റൂള് ഒന്നാമത്തെ റൂള് ഇ ക്യൂബ് പ്ലസ് ഐ എൻ ജി. ഇ ക്യൂബിൽ വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്, കഴിഞ്ഞാൽ ഐ എൻ ജി ഉത്തരം. രണ്ടാമത് പറഞ്ഞ ലോട്ടറിയുമായി ബന്ധപ്പെട്ട കഥ പോലെ കുറച്ച് വാക്കുകൾ പഠിച്ചു. അപ്പൊ നോക്കിയേ, അപ്പൊ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഇറ്റ് ഈസ് ഓഫ് നോ യൂസ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി, കഴിഞ്ഞാൽ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? ഐ എൻ ജി ആണെന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത് പഠിക്കുന്നത് മൂന്നാമത്തെ റൂളാണ്. മൂന്നാമത്തെ റൂള് നോക്കിയേ, മൈൻഡ് വരുന്ന 3 വാക്കുകൾ, മൈൻഡ് വരുന്ന 3 വാക്കുകൾ, ആ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം ഐ എൻ ജി ആണ്. വാക്കുകൾ പഠിച്ചേ, കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. പറഞ്ഞ കുട്ടികൾ ഉറച്ചു പറഞ്ഞേ, കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. ഈ 3 വാക്കുകൾ കഴിഞ്ഞിട്ട് ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ഐ എൻ ജി. ഈ വാക്കുകളെ തുടർന്ന് വരുന്നത് ഐ എൻ ജി ആണ്. ആ 3 വാക്കുകൾ പഠിച്ചേ, കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് പ്ലസ് ഐ എൻ ജി ഉത്തരമായിട്ട് വരുന്നു. ചോദ്യം നോക്കിയേ, കുഡ് യു മൈൻഡ് ഡാഷ് ദ ന്യൂസ് പേപ്പർ ടു മീ. കുഡ് യു മൈൻഡ് ഡാഷ് ദ ന്യൂസ് പേപ്പർ ടു മീ. പാസ് ഉണ്ട്, ടു പാസിംഗ് ഉണ്ട്, പാസ്ഡ് ഉണ്ട്, അതേപോലെ പാസിംഗ് ഉണ്ട്. ഏതാണ് ഉത്തരം കുട്ടികളെ? നമുക്ക് കുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഐ എൻ ജി. 2 + ഐ എൻ ജി വല്ലതും ചേരുവോ? ഇല്ല, വെട്ടിക്കളഞ്ഞു. പാസിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഡു യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. ഡു യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. ഡു യു മൈൻഡ് കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? ഐ എൻ ജി. ക്ലോസ് ഓപ്ഷനിലുണ്ട്, ടു ക്ലോസ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, ക്ലോസ്ഡ് ഉണ്ട്. ഏത് വരുന്നു ഇവിടെ? ക്ലോസിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, വുഡ് യു മൈൻഡ് ഡാഷ് എ സോങ്. വുഡ് യു മൈൻഡ് ഡാഷ് എ സോങ്. കണ്ടല്ലോ, വുഡ് യു മൈൻഡ് കഴിഞ്ഞാൽ ഐ എൻ ജി ഉത്തരം. സിംഗിങ് ഉണ്ട്, ടു സിംഗ് ഉണ്ട്, സാങ് ഉണ്ട്, സിംഗ് ഉണ്ട്. ഏത് വരുന്നു? സിംഗിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ മൈൻഡ് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? ഐ എൻ ജി ഉത്തരമായിട്ട് വരണം. അടുത്ത ചോദ്യം നോക്കിയേ, അടുത്ത ചോദ്യമല്ല, അടുത്ത റൂള് നോക്കിയേ. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. നമ്മൾ ആ വാക്കുകൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തന്നെ കാണാതെ പറയാം. ഞാൻ ചില വാക്കുകൾ പറയും, അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ. കുട്ടികളെ ലൈക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കുട്ടികളെ? ലൈക്കിന്റെ ഓപ്പോസിറ്റ് ഡിസ്ലൈക്ക്. ലൈക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ലൈക്ക്. സ്റ്റാർട്ടിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കുട്ടികളെ? സ്റ്റാർട്ട്. സ്റ്റോപ്പും പറയാം, അതുപോലെ ഫിനിഷും പറയാം. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. ലവിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കുട്ടികളെ? ലവിന്റെ ഓപ്പോസിറ്റ് ഹെയ്റ്റ് എന്നാണ് കേട്ടോ. ലവിന്റെ ഓപ്പോസിറ്റ് ഹെയ്റ്റ്. കീപ്പിന്റെ ഓപ്പോസിറ്റ് ഏതാണ് കുട്ടികളെ? കീപ്പിന്റെ ഓപ്പോസിറ്റ് അവോയ്ഡ്. കീപ്പ്, അവോയ്ഡ്. അപ്പൊ വാക്കുകൾ പറഞ്ഞ ഓപ്പോസിറ്റ് നമ്മൾ ചെറിയ വാക്കുകളാണ്. ലൈക്ക് ആണെങ്കിൽ ഡിസ്ലൈക്ക്, സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ലവ് ആണെങ്കിൽ ഹെയ്റ്റ്, കീപ്പ് ആണെങ്കിൽ അവോയ്ഡ്. ഞാൻ കുറച്ച് ചെറിയ വാക്കുകളുടെ ഓപ്പോസിറ്റ് പറഞ്ഞു. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും ഉത്തരം ഐ എൻ ജി ആയിരിക്കും. പഠിച്ചോ, ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. പറഞ്ഞ കുട്ടികളെ ഏതൊക്കെയാണ്? ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും, ഞാൻ ഓപ്പോസിറ്റ് ഇട്ട് പറഞ്ഞത് വാക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഈ വാക്ക് ഏത് കഴിഞ്ഞിട്ടും ഒരു ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതായിരിക്കണം? ഐ എൻ ജി ഉത്തരം. ലൈക്ക്, ഡിസ്ലൈക്ക്, അതായത് ഇതിന്റെ ഏത് രൂപങ്ങളും V1 വേണമെങ്കിൽ വരാം, V2 രൂപങ്ങൾ വരാം, എസ്സിലോ ഇ എസിലോ ഐ എസിലോ അവസാനിക്കുന്ന രൂപങ്ങൾ വരാം. എന്ത് കഴിഞ്ഞിട്ടും ഡാഷ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ഐ എൻ ജി. ഏതൊക്കെയാണ്? ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. ഇതിനകത്ത് എല്ലാത്തിലും വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഐ എൻ ജി ഉത്തരമായിട്ട് വരുന്നത്. ചോദ്യം നോക്കിയേ, ദേ ഡിസ്ലൈക്ഡ് ഗേൾസ് ഡാഷ് ഓഫ് ഇൻ പബ്ലിക്. കണ്ടല്ലോ, ദേ ഡിസ്ലൈക്ഡ് ഗേൾസ് ഡാഷ് ഓഫ് ഇൻ പബ്ലിക്. ഷോ ഉണ്ട്, ടു ഷോ ഉണ്ട്, ഷോയിങ് ഉണ്ട്, അതുപോലെ ടു ഷോയിങ് ഉണ്ട്. ഏത് ഉത്തരം കുട്ടികൾ നിങ്ങൾ തന്നെ പറ. നോക്കിയേ, അവിടെ ടു ഷോയിങ്ങിലും വരുമോ? ടു ചേർത്ത് V1 അല്ലെങ്കിൽ ഐ എൻ ജി പറയണമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ ഐ എൻ ജി ചെയ്തെന്ന് പഠിച്ചോളൂ. ഡിസ്ലൈക്ക് കഴിഞ്ഞാൽ ഐ എൻ ജി ഉത്തരം. ഷോയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം ഐ ലൈക്ക് ഡാഷ് ഔട്ട്സൈഡ്. ഐ ലൈക്ക് ഡാഷ് ഔട്ട്സൈഡ്. വർക്ക് ഉണ്ട്, ടു വർക്ക് ഉണ്ട്, വർക്കിംഗ് ഉണ്ട്, വർക്ക്ഡ് ഉണ്ട്. ഉത്തരം പറഞ്ഞേ. ലൈക്ക് കഴിഞ്ഞാൽ ഏത് ഉത്തരം കുട്ടികളെ? ഐ എൻ ജി ഉത്തരം. അതുകൊണ്ട് വർക്കിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ഹേറ്റ് ഡാഷ് ചപ്പാത്തി. ഐ ഹേറ്റ് ഡാഷ് ചപ്പാത്തി. കണ്ടല്ലോ, ഈറ്റ് ഉണ്ട്, ടു ഈറ്റ് ഉണ്ട്, ഈറ്റിംഗ് ഉണ്ട്, ഈറ്റൺ ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? ഈറ്റിംഗ്, ഐ എൻ ജി. ഈറ്റിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു.
അപ്പൊ നമ്മള് നാലാമത് പറഞ്ഞ റൂൾ ഏതായിരുന്നു? ഓപ്പോസിറ്റ് വാക്കുകൾ വെച്ചിട്ടുള്ള റൂളാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ഓപ്പോസിറ്റ് വാക്ക്? ലൈക്ക്, ഡിസ്ലൈക്ക്, പറഞ്ഞോ, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, ലവ്. സ്റ്റോപ്പ് വരാം, ഫിനിഷ് വരാം, ഇതിൽ ഏത് വാക്കാണ് വരാം. ലവ് ആണെങ്കിൽ ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. അങ്ങനെ ഇൻഡ്യൂട്ട് പറഞ്ഞത് പഠിക്കാൻ വേണ്ടി ആ വാക്ക് അത്രയും പഠിക്കാനാണ്. അല്ലെങ്കിൽ നമ്മൾ കോമയിട്ട് പഠിക്കണം. അതിനേക്കാളും ഇതാകുമ്പോൾ നമ്മൾ ഓർമ്മയിലിരിക്കും. ഈ വാക്കുകൾ ഏത് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാലും, ഇതിൽ ഏത് വാക്ക് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാലും ഉത്തരം ING ആയിരിക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ 4 റൂള് പഠിച്ചു. ഒന്നാമത്തെ E³ + ING. രണ്ടാമത് പറഞ്ഞത് ലോട്ടറിയുമായി ബന്ധപ്പെട്ട 3 വാക്കുകൾ അല്ലെങ്കിൽ 5 വാക്കുകൾ പറഞ്ഞു. നോ യൂസ്, നോട്ട് ഗുഡ്, നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. അത് കഴിഞ്ഞിട്ട് മൈൻഡ് വരുന്ന 3 വാക്കുകൾ പഠിച്ചു. കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് വാക്കുകൾ പഠിച്ചു. ലൈക്ക്, ഡിസ്ലൈക്ക്, സ്റ്റാർട്ട്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്, ലവ്, ഹേറ്റ്, കീപ്പ്, അവോയ്ഡ്. കഴിഞ്ഞാൽ ഉത്തരം ING. അടുത്ത് നോക്കിയേ, കാണ്ട് വരുന്ന 3 വാക്കുകൾ പഠിച്ചോണേ. കാണ്ട് വരുന്ന 3 വാക്കുകൾ, ആ 3 വാക്കുകൾ കഴിഞ്ഞാൽ ING ഉത്തരം. ഒന്നാമത്തത് കാൺബെയർ. ഒന്നാമത്തെ വാക്ക് ഏതാ? കാൺബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. പറഞ്ഞു കൂട്ടല്ലേ, കാൺബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. ഉറച്ചു പറഞ്ഞേ, ഒന്നും കൂടെ പറ. കാൺബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. ഈ 3 പ്രയോഗങ്ങൾ കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം കുട്ടികളെ? ING ആയിരിക്കും. തുടർന്ന് വരുന്നത് ING. വാക്കുകൾ ഏതൊക്കെയാ? കാൺബെയർ, രണ്ടാമത്തത് ഏതാ? കാൺസ്റ്റാൻഡ്, മൂന്നാമത്തത് കാണ്ട് ഹെൽപ്പ്. കഴിഞ്ഞിട്ട് വരുന്നത് ING. ചോദ്യത്തിൽ നോക്കിയേ, ചോദ്യം നോക്കിയേ. ഐ കാണ്ട് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഐ കാണ്ട് സ്റ്റാൻഡ് ടോംസ് ഡാഷ് ജർമ്മൻ. ഐ കാണ്ട് സ്റ്റാൻഡ് ടോംസ് ഡാഷ് ജർമ്മൻ. സ്പീക്ക് ഉണ്ട്, ടു സ്പീക്ക് ഉണ്ട്, സ്പീക്കിംഗ് ഉണ്ട്, സ്പോക്ക് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? കാൺസ്റ്റാൻഡ് കഴിഞ്ഞാൽ ING. സ്പീക്കിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹി കാണ്ട് ഹെൽപ്പ് ഡാഷ് എബൌട്ട് ദ ഹീറ്റ്. കണ്ടല്ലോ, ഇവിടെ കംപ്ലൈൻ ഉണ്ട്, ടു കംപ്ലൈൻ ഉണ്ട്, കംപ്ലൈനിങ് ഉണ്ട്, കംപ്ലൈന്റ് ഉണ്ട്. ഏത് വരുന്നു കുട്ടികളെ? കാണ്ട് ഹെൽപ്പ് കഴിഞ്ഞാൽ ING ഉത്തരം. അപ്പൊ നമുക്ക് ഏത് വരുന്നു? കംപ്ലൈനിങ് ഉത്തരമായിട്ട് വരുന്നു. കംപ്ലൈനിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹി കാണ്ട് ബെയർ, ഹി കാണ്ട് ബെയർ ഡാഷ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി. ഹി കാണ്ട് ബെയർ ഡാഷ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി. കാണ്ട് ബെയർ കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? ING. ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ഹാവിങ് ഉണ്ട്, നണ്ണ്. ഏത് വരുന്നു കുട്ടികളെ? ഹാവിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? ഹാവിങ്. ഹി കാണ്ട് ബെയർ ഹാവിങ് സോ മച്ച് റെസ്പോൺസിബിലിറ്റി ഇവിടെ. അപ്പൊ കാണ്ട് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയായിരുന്നു? കാണ്ട് ബെയർ, കാൺസ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ്. കഴിഞ്ഞാൽ ഉത്തരം ഏത് വരണം? ING ഉത്തരമായിട്ട് വരണം. ഓക്കെ, അടുത്ത നമ്മൾ 5ാമത്തെ റൂളാണ് പഠിച്ചത്. ഓക്കെ, 5 റൂള് ക്ലിയർ ആണോ കുട്ടികളെ? 5 റൂള് പാടില്ല, ചെറിയ വാക്കുകൾ പഠിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ റൂളുകളോ അല്ലെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. അടുത്ത് നോക്കിയേ, അടുത്തത് ഇതിലെ പഠിക്കുക. യൂസ്ഡ് ടു എന്ന് പറയുന്ന വാക്ക് എന്താണ് കുട്ടികളെ? യൂസ്ഡ് ടു എന്ന് പറയുന്ന അടുത്ത റൂളാണ് നമ്മൾ പറയുന്നത്. യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഒരു മൊഡാൽ ഓക്സിലറി വെർബാണ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബാണ്. അതായത് വില്ല് മുതൽ ought to വരെ വരുന്ന ഓക്സിലറിക്കകത്ത് വരുന്ന ഒരു ഓക്സിലറി വെർബാണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന വെർബ് V1 ആണേ. മോഡൽ ഓക്സിലറി ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് എന്താണ് കുട്ടികളെ? V1 ആണ്. മോഡൽ ഓക്സിലറി ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന വെർബ് എന്താണ്? V1 ആണ് വരുന്നത്. എന്നാൽ ഈ യൂസ്ഡ് ടു ജെറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയുണ്ട്. പഠിക്കുക. അപ്പൊ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വരുന്നത് എപ്പോഴും V1 ആണ് നമ്മൾ പഠിച്ചു, നമുക്കറിയാം, മുമ്പേ അറിയാന്നുള്ള കാര്യം. എന്നാൽ യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് ING വരും. എപ്പോഴാണ് കുട്ടികളെ? യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഓക്സിലറി വെർബായ ഈസ്, ആം, ആർ, വാസ്, വെയർ. ഏതൊക്കെ ഓക്സിലറി വരാം? ഈസ്, ആം, ആർ, വാസ്, വെയർ. അതുപോലെ ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും വാക്കുകൾ ഏതൊക്കെ വരാൻ കുട്ടികളെ? യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും വാക്ക് കഴിഞ്ഞിട്ടാണ് യൂസ്ഡ് ടു കിടക്കുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING എഴുതണം. എന്തെഴുതാൻ പാടില്ല? V1 എഴുതാൻ പാടില്ല. പറഞ്ഞേ, റൂള് പറഞ്ഞേ. യൂസ്ഡ് ടു കഴിഞ്ഞാൽ V1 ആണ്, അതും കൂടെ ചേർത്ത് പറയണം. അത് കഴിഞ്ഞിട്ട് യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ തുടർന്ന് യൂസ്ഡ് ടു വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? ING. ഇപ്പൊ യൂസ്ഡ് ടു മുന്നിൽ ഈസ്, ആം, ആർ, വാസ്, വെയർ, ഗെറ്റ്, ഗോട്ട്, ഗെറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ING ആയിരിക്കണം ഉത്തരം. ചോദ്യം നോക്കാം.
നോക്കിയ ചോദ്യം, ഐ യൂസ്ഡ് ടു ഡാഷ് ഇൻ ബിസി സ്ട്രീറ്റ്. ഐ യൂസ്ഡ് ടു ഡാഷ് ഇൻ ബിസി സ്ട്രീറ്റ്. കണ്ടല്ലോ, നോക്ക് യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് ഗെറ്റ് വന്നിട്ടുണ്ട്. ഉത്തരം എന്തായിരിക്കണം? ING. ഡ്രൈവ് ഉണ്ട്, ടു ഡ്രൈവ് ഉണ്ട്, ഡ്രൈവിംഗ് ഉണ്ട്, ടു ഡ്രൈവിംഗ് ഉണ്ട്. ടു ഒന്നും വരുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്ക് ING ആണ് ഇതുണ്ട്. ഏത് വരുന്നു? ഡ്രൈവിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഐ ആം യൂസ്ഡ് ടു ഡാഷ് സോങ്സ് ഇൻ ദ മോർണിംഗ്. ഐ ആം യൂസ്ഡ് ടു ഡാഷ് സോങ്സ് ഇൻ ദ മോർണിംഗ്. നോക്കൂട്ടേ, അവിടെ യൂസ്ഡ് ടുവിന് മുന്നിലായിട്ട് എന്ത് വന്നിരിക്കുന്നു? ആം വന്നിരിക്കുന്നു. ഉത്തരം ഏതായിരിക്കണം? ING. സിംഗ് ഉണ്ട്, ടു സിംഗ് ഉണ്ട്, സിംഗിങ് ഉണ്ട്, സാങ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു? സിംഗിങ് ഉത്തരമായിട്ട് വരുന്നു. നോക്കിയ ചെറിയൊരു ചോദ്യം, ഐ യൂസ്ഡ് ടു ഡാഷ്. ഐ യൂസ്ഡ് ടു ഡാഷ് എന്ത് ചെയ്യുന്നു? ഡാഷ് സോങ്സ്. ഐ യൂസ്ഡ് ടു ഡാഷ് സോങ്സ് ഇൻ ദി മോർണിംഗ്. ഉത്തരം ഏത് വരും കൂട്ടല്ല? നിങ്ങൾ തന്നെ പറ. ഐ യൂസ്ഡ് ടു ഡാഷ് സോങ്സ് ഇൻ ദി മോർണിംഗ്. നോക്ക്, ഇവിടെ ആമില്ല, ഇപ്പൊ യൂസ്ഡ് ടു മാത്രം കിടക്കുന്നു. സിംഗ് ഉണ്ട്, ടു സിംഗ് ഉണ്ട്, സിംഗിങ് ഉണ്ട്, സാങ് ഉണ്ട്. ഏത് ഉത്തരം വരും കൂട്ടല്ലേ? അവിടെ സിംഗ് ആണ് നമുക്ക് ഉത്തരം വരുന്നത്. കാരണം എന്താ? ഇവിടെ യൂസ്ഡ് ടു മാത്രം കഴിഞ്ഞിട്ട് ഡാഷ് വന്നു കഴിഞ്ഞാൽ ഉത്തരം P1 ആണ്. അപ്പൊ യൂസ്ഡ് ടുവിന്റെ റൂള് പറ. ഈസ്, ആം, ആറ്, വാസ്, വേർ, അതുപോലെ ഗെറ്റ്, ഗോട്ട്, ഗെറ്റിങ് കഴിഞ്ഞിട്ട് യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ഉത്തരം ING. എന്നാൽ യൂസ്ഡ് ടു മാത്രം കഴിഞ്ഞിട്ടാണ് ഡാഷ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? V1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? പറഞ്ഞ റൂള് വളരെ നല്ലൊരു റൂളാണ്. അടുത്ത നോക്കിയേ, ഫ്രൈസൽ വെർബ് ആയിട്ടുള്ള 3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ ഉത്തരം ING ആണ്. ആ 3 ഫ്രൈസൽ വെർബ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. വളരെ നല്ലൊരു ചോദ്യമാണ്. ഒന്നാമത്തത് ഗിവ് അപ്പ്. എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നാമത്തെ ഫ്രൈസൽ വെർബ് ഏതാ? ഗിവ് അപ്പ്. രണ്ടാമത്തെ സെറ്റ് എബൌട്ട്. രണ്ടാമത്തെ ഏതാ? സെറ്റ് എബൌട്ട്. മൂന്നാമത്തെ പുട്ട് ഓഫ്. ഈ 3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ ഉത്തരം ING ആയിരിക്കും. ഏതൊക്കെയാണ് കൂട്ടില്ല? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ്. ഒരു തവണ കൂടെ പറ. ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ്. ഈ 3 ഫ്രൈസൽ വെർബുകൾ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ING. ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ വാക്കുകള്? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ് കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ING ഉത്തരമായിട്ട് വരണം. ഉത്തരം ഏത് പറഞ്ഞ കൂട്ടല്ലേ? ING. ഓക്കെ, ചോദ്യം നോക്കിയേ, ഹി വാസ് ഗിവ് അപ്പ് ഡാഷ് ക്രിക്കറ്റ്. ഹി വാസ് ഗിവ് അപ്പ് ഡാഷ് ക്രിക്കറ്റ്. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയാണ് കൂട്ടല്ലേ? ഹി വാസ് ഗിവ് അപ്പ് ഡാഷ് ക്രിക്കറ്റ്. പ്ലേ എന്ന വെർബ് മാത്രം തന്നിരിക്കുന്നത്. പ്ലേയുടെ ഉചിതമായിട്ടുള്ള രീതിയിലുള്ള വാക്ക് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗിവ് അപ്പ് കഴിഞ്ഞ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? ING. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നൂടെ? പ്ലേയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു കൂട്ടല്ലേ? പ്ലേയിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. കണ്ടാ? പ്ലേയിങ്. അപ്പൊ ഏതൊക്കെയാണ് 3 ഫ്രൈസൽ വെർബ്? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ് കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കൂട്ടല്ലേ? ING ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞ റൂളുകളൊന്നും പറഞ്ഞ് നമ്മളിപ്പം ഒരു 6 റൂള് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ ഏതാ? E³ + ING. ഉറച്ചു പറഞ്ഞ E³ വരുന്ന 3 വാക്കുകളൊക്കെ എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. രണ്ടാമത് പറഞ്ഞ എന്താ? ലോട്ടറിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പറഞ്ഞു. ഏതൊക്കെ വാക്കുകളുണ്ടേ? നോ യൂസ്, നോട്ട് ഗുഡ്, നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി കഴിഞ്ഞാൽ ING ഉത്തരം. മൂന്നാമത് പറഞ്ഞ ഏതാണ് കൂട്ടല്ലേ? മൂന്നാമത് പറഞ്ഞത് മൈൻഡ് വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്ടേ? വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞാൽ ING ഉത്തരം. ആ വാക്കുകളൊന്ന് പഠിക്കാനേ ഉള്ളൂ. ആ വാക്കുകൾ ഓർമ്മിച്ചിരിക്കുന്ന എന്ത് ചെയ്യുന്നൂടെ? പാടേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞത് ഏതായിരുന്നു പറഞ്ഞത്? ഓപ്പോസിറ്റ് വാക്കുകൾ പറഞ്ഞു. ലൈക്ക് ഓപ്പോസിറ്റ് ഏതാ? ഡിസ്ലൈക്ക്. സ്റ്റാർട്ട് ആണെങ്കിലോ സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. ലവ് ആണെങ്കിലോ ഹേറ്റ്. കീപ്പ് ആണെങ്കിൽ അവോയ്ഡ് കഴിഞ്ഞാൽ ING ഉത്തരം. കാണ്ട് വരുന്ന 3 വാക്കുകൾ പഠിച്ചു. ഏതൊക്കെയാണ് കൂട്ടല്ലേ? കാൺ ബെയർ, കാൺസ്റ്റാൻഡ്, കാൺ ഹെൽപ്പ്. ഓക്കെ, ഇനി അതേപോലെ 3 ഫ്രൈസൽ വെർബ് കഴിഞ്ഞാൽ ING ആണ് ഉത്തരം എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ഫ്രൈസൽ വെർബ്? 1 ഗിവ് അപ്പ്, 2 സെറ്റ് എബൌട്ട്, 3 പുട്ട് ഓഫ് കഴിഞ്ഞാൽ ING ഉത്തരം. ക്ലിയർ ആണോ? 6 റൂള് വളരെ എളുപ്പം. ഓക്കെ, ഒന്ന് നോക്കിയേ, ശ്രദ്ധിച്ചോണേ. ഞാനൊരു 10 ഒക്കാബുലറി പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്ന ആ 10 ഒക്കാബുലറി എൻ്റെ കൂടെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 5 റൂളും കൂടെ പഠിച്ചാൽ ടോപ്പിക്ക് സെറ്റാണ്. അപ്പൊ ഇനി പറയുന്ന ഒരു 2ാമത്തെ സെക്ഷനാണ് നമ്മൾ പറയുന്നത്. അതിന് മുമ്പേ നമുക്കൊരു 10 ഒക്കാബുലറി പഠിക്കാം. എല്ലാവരും എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. 10 ഒക്കാബുലറി ആണ് പഠിക്കുന്നത്. നോക്കിയാൽ ശ്രദ്ധിച്ചിരുന്നോണം കേട്ടോ. ഇത്രേ ഉള്ളു കാര്യം. നമ്മൾ കാഫ് എങ്ങർ കൊണ്ടുവരുന്ന ജീവജാലങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. കാഫ് എങ്ങർ കൊണ്ടുവരുന്ന ജീവജാലങ്ങൾ. കാഫ് കേട്ടോ. കാഫ് എങ്ങർ കൊണ്ടുവരുന്ന ജീവജാലങ്ങൾ. അപ്പൊ ജീവജാലങ്ങളിൽ കാഫ് ഏതൊക്കെ ജീവിയുടെ കുഞ്ഞുങ്ങളായിട്ട് വരും എന്നാണ് പഠിക്കുന്നത് കേട്ടോ. 17 അല്ലെങ്കിൽ 16 ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരാണ് കാഫ് കേട്ടോ. 16 ജീവജാലങ്ങളുടെ
കുഞ്ഞിന്റെ പേരാണ് കാഫ് കേട്ടോ. 16 ജീവജാലങ്ങളുടെ കുഞ്ഞിന്റെ പേരാണ് കാഫ്. ശ്രദ്ധിച്ച് പഠിച്ചോണേ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരു കുഞ്ഞിന്റെ പേര് വെച്ചാൽ 16 ജീവജാലങ്ങളുടെ കുഞ്ഞുങ്ങളെ പേര് പഠിക്കും. ഒരു കുഞ്ഞിന്റെ പേര് വെച്ചിട്ട് 16 ജീവജാലങ്ങളുടെ കുഞ്ഞ്. നോക്കിയേ, ഒന്നാമത്തെ നിങ്ങൾ തന്നെ പറയൂട്ടില്ലേ, പശുക്കൾക്ക് പറയുന്ന വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെയുണ്ട് കൂട്ടരുടെ? പശുക്കൾക്ക് പറയുന്ന പല പല പേരുകൾ നീ ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു നോക്കിയേ. ഒന്ന് കൗ എന്ന് പറയാം അല്ലേ, ക്യാറ്റിൽ എന്ന് പറയാം, കൗ ക്യാറ്റില്. രണ്ടാമത്തത് ബൈസൺ, കൗ ക്യാറ്റിൽ ബൈസൺ ഓക്സ്. 4 ആണും പെണ്ണും ചേർത്താണ് പറയണത്. കൗ ക്യാറ്റില് ബൈസൺ ഓക്സ്. ബഫല്ലോ, കൗ ക്യാറ്റില് ബൈസൺ ഓക്സ് ബഫല്ലോ. പിന്നെ ഏതുണ്ടായി? യാക്ക്. അടുത്ത ഏതുണ്ടായി? യാക്ക്. കൗ ക്യാറ്റിൽ ഓക്സ് ബൈസൺ ബുള്ള് ബഫല്ലോ യാക്ക്. 7 പറ കൂട്ടിലെ 7 പശുക്കൾക്ക് പറയുന്ന 7 വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെയുണ്ട്? കൗ ക്യാറ്റില് ഓക്സ് ബൈസൺ ബുള്ള് യാക്ക്. എന്ത് ചെയ്യുന്നൂടെ? ബഫല്ലോ. ഓക്കെ, കൗ ക്യാറ്റിൽ ഓക്സ് ബൈസൺ ബുള്ള് യാക്ക് ബഫല്ലോ ഓക്സ് ബഫല്ലോ ബഫല്ലോ. ഓക്കെ, ഏതൊക്കെയുണ്ട്? കൗ ഉണ്ട്, അതുപോലെ ക്യാറ്റിലുണ്ട്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? ബൈസൺ ഉണ്ട്, ഓക്സ് ബഫല്ലോ ഉണ്ട്, അതുപോലെ ഏത് പറഞ്ഞു? ബഫല്ലോ, കൗ ക്യാറ്റിൽ ബൈസൺ ഓക്സ് ബഫല്ലോ ബുള്ള്, അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? യാക്ക്. കണ്ടാ, കൗ ക്യാറ്റിൽ ബൈസൺ ബുള്ള് ബഫല്ലോ ഓക്സ് പിന്നെ അതേപോലെ യാക്ക്. 7 പേരുകൾ പശുക്കൾക്ക് പറയുന്ന 7 വ്യത്യസ്തമായ പേര്. ഇനി കാട്ടിലെ ഏറ്റവും വലിയ മൃഗം ഏതാണ് കൂട്ടിലെ? ഏറ്റവും വലിയ മൃഗം നിങ്ങൾ തന്നെ പറ. എലിഫന്റ് ആണ് കേട്ടാ, എലിഫന്റ്. രണ്ടാമത്തെ എലിഫന്റ്. ഓക്കെ, ഇനി അതേപോലെ വലിപ്പത്തിൽ 2ാം സ്ഥാനം ആർക്കാണ് കൂട്ടിലെ? വലിപ്പത്തിൽ 2ാം സ്ഥാനം എലിഫന്റ്. ഹിപ്പോ, എലിഫന്റ് ഹിപ്പോ. അടുത്ത ഏതാണ്? വലിപ്പത്തിൽ 3ാം സ്ഥാനം ആർക്കാണ് കൂട്ടിലെ? റൈനോ, എലിഫന്റ് ഹിപ്പോ റൈനോ. വെള്ളത്തിൽ ഏറ്റവും വലുത് ഏതാണ് കൂട്ടിലെ? ബ്ലൂ വെയില്, ബ്ലൂ വെയില്. വലിപ്പത്തിൽ വെള്ളത്തിൽ 2ാം സ്ഥാനം ആർക്കാണ് കൂട്ടിലെ? ബ്ലൂ വെയിൽ. 2ാം സ്ഥാനം ഷാർക്ക്. വലിപ്പത്തിൽ 3ാം സ്ഥാനം ആർക്കാണ് ഉള്ളത്? വെള്ളത്തിൽ 3ാം സ്ഥാനം ഡോൾഫിൻ. പറഞ്ഞു കിട്ടൂലേ? നമ്മൾ വലിപ്പത്തിൽ എത്ര ജീവജാലങ്ങൾ പഠിച്ചു? 6 പഠിച്ചു. ഏതൊക്കെയാണ്? എലിഫന്റ് ഹിപ്പോ റൈനോ. വെള്ളത്തിലാണെങ്കിലോ ബ്ലൂ വെയില് ഷാർക്ക് ഡോൾഫിൻ. അപ്പോൾ കരയിൽ ഏറ്റവും വലുത് എലിഫന്റ്, 2ാം സ്ഥാനം ഹിപ്പോ, 3ാം സ്ഥാനം റൈനോ. ഇനി വെള്ളത്തിൽ ഏറ്റവും വലുത് എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലൂ വെയില്. പിന്നെ അതേപോലെ നമ്മൾ ഏത് പറഞ്ഞു? 2ാം സ്ഥാനം ഷാർക്ക്, 3 ഡോൾഫിൻ. അപ്പൊ പറഞ്ഞേ, പശുക്കൾക്ക് പറയുന്ന 7 വ്യത്യസ്തമായ പേരുകൾ പറ കുട്ടികളെ. ഏതൊക്കെയാണ്? കൗ ക്യാറ്റില് ബഫല്ലോ ഓക്സ് ബൈസൺ ബുള്ള് യാക്ക്. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കൗ ക്യാറ്റിൽ ബഫല്ലോ ഓക്സ് ബൈസൺ ബുള്ള് യാക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് വലിപ്പമുള്ള 4 ജീവജാലങ്ങൾ പറഞ്ഞു. വലിപ്പമുള്ള 4 ജീവജാലങ്ങൾ ഏതാ? 4 അല്ല, എന്ത് ചെയ്യുന്നുണ്ട്? 6 പറഞ്ഞു. എലിഫന്റ് ഹിപ്പോ റൈനോ ബ്ലൂ വെയില് ഷാർക്ക് ഡോൾഫിൻ. ഇനി നോക്ക്, കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മൃഗം ഏതാണ്ടോ? മൃഗങ്ങളിൽ ഉയരമുള്ളത് ജിറാഫ്, ജിറാഫ്. ഇനി ഉയരത്തിൽ 2ാം സ്ഥാനം ആർക്കാണ് കിട്ടില്ലേ? ക്യാമലാണ് കേട്ടോ, ജിറാഫ് ക്യാമല്. ഓക്കെ, ഇനി അടുത്തത് മാനുണ്ടല്ലോ. മാനിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഏതാ? ഡിയർ. നമുക്ക് അത് വേണ്ട. മാനിൽ വലിയ സൈസുള്ള സാധനങ്ങൾ കേട്ടോ. ഏതൊക്കെയുണ്ട്? ഒന്ന് എൽക്ക്, നിങ്ങൾ കേട്ടില്ലാത്ത പേരാണ് എൽക്ക്. രണ്ടാമത്തെ മൂസ്, MOOSE മൂസ്. മൂന്നാമത്തത് ആന്റിലോപ്പ്, എൽക്ക് മൂസ് ആന്റിലോപ്പ്. മാൻ വർഗത്തിൽ വലുത് 3 ഏതൊക്കെയുണ്ടോ? എൽക്ക് മൂസ് ആന്റിലോപ്പ്. ഓക്കെ, ഇപ്പൊ ജീവജാലങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് നമ്മൾ കാഫ് വരുന്ന ജീവജാലങ്ങളെ പഠിച്ച 16 അതിൽ കൂടുതൽ വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നൂടെ? ഒരു 18 വരും. നോക്കിയേ, ഏതൊക്കെയാണ് പഠിച്ചത്? പശുക്കൾക്ക് പറയുന്ന വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? കൗ ക്യാറ്റില് ബഫല്ലോ ഓക്സ് ബൈസൺ ബുള്ള് യാക്ക്. 7 പേരുകൾ. വലിപ്പമുള്ള 6 ജീവജാലങ്ങൾ. കരയിൽ 3, വെള്ളത്തിൽ 3. ഏതൊക്കെയാണ്? ഒന്ന് എലിഫന്റ് ഹിപ്പോ റൈനോ ബ്ലൂ വെയില് ഷാർക്ക് ഡോൾഫിൻ. ഇനി ഉയരമുള്ള 2 ജീവജാലങ്ങൾ ഏതൊക്കെയാണോ? ജിറാഫ് ക്യാമല്. മാൻവർഗത്തിൽ വലുത് 3 ഏതൊക്കെയാണ്?
എൽക്ക്, മൂസ്, ആന്റിലോപ്പ് എല്ലാത്തിന്റെയും കുഞ്ഞിന്റെ പേര് കാഫാണ് കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 ജീവജാലങ്ങളുടെ കുഞ്ഞിന്റെ പേരാണ് എന്ന് പറയുന്നത് കൂട്ടല്ലേ കാഫ് എന്ന് പറയുന്നത് ഇല്ലേ. കാഫ് പഠിച്ചാ ഒരു കുഞ്ഞിന്റെ പേര് വെച്ച് 18 ജീവജാലങ്ങൾ പഠിച്ചു അല്ലേ. കാഫ് വരുന്ന ഇങ്ങർ കൊണ്ടുവരുന്ന 18 ജീവജാലങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പൊ ഏത് പറഞ്ഞു? പശുക്കൾക്ക് പറയുന്ന വ്യത്യസ്തമായ 7 പേര് ഏതൊക്കെയുണ്ട്? കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ്, ബൈസൺ, ബുള്ള്, യാക്ക്. ഇനി വലിപ്പമുള്ള 6 ജീവജാലങ്ങൾ എലിഫന്റ്, ഹിപ്പോ, റൈനോ, ബ്ലൂ വെയില്, പിന്നെ അതേപോലെ ഷാർക്ക്, സീല്, ഷാർക്ക്, ഡോൾഫിൻ. ഇനി ഉയരമുള്ള 2 ജീവജാലങ്ങൾ ജിറാഫ്, ക്യാമൽ. മാൻവർഗത്തിൽ വലുത് 3 എണ്ണം എൽക്ക്, മൂസ്, ആന്റിലോപ്പ്. കുഞ്ഞിന്റെ പേരേതാ? കാഫ്. പഠിച്ചാ? എന്ത് ചെയ്യുന്നോട്? എളുപ്പമില്ലേ? അതൊന്നും ഓർമ്മയിലിരിക്കണേ. എല്ലാവരും ഒന്ന് എഴുതിയെടുത്തോണം കേട്ടോ. നോക്കിയേ, അടുത്ത് നമ്മൾ പഠിക്കുന്നത് ജെറണ്ടിന്റെ ബാലൻസ് ആണ്. അപ്പൊ ഇനി പറയുന്ന ജെറണ്ട് എന്ന് പറയുന്നത്, ഇനി പറയുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും നേരം ING ഉത്തരമാണ് പറഞ്ഞത്. ഇനി വെറുതെ ING പറയില്ല, INGയോടൊപ്പം പ്രിപ്പോസിഷൻ ചേർത്ത് ING പറയണം. അപ്പൊ നമുക്കിവിടെ 2 മാർക്ക് കിട്ടും. ചില വാക്കുകൾ ആ വാക്കിനോടൊപ്പം പ്രിപ്പോസിഷൻ പ്ലസ് ING. എന്താണ് ഈ പ്രിപ്പോസിഷൻ? ഇന്ന്, ഓഫ്, അറ്റ്, വിത്ത്, സിൻസ്, ഫോർ ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകളാണ് പ്രിപ്പോസിഷൻ. ഇവ കഴിഞ്ഞ് ING ചേർത്ത് പറയുന്ന ഒരു 5 സെറ്റ് വേർഡ്സ് പഠിക്കണം. അല്ല ആദ്യത്തെ നോക്കിയേ, 2 + ING വരുന്ന വാക്കാണ് കേട്ടോ. അതാണ് 2 + ING വരുന്ന വാക്കാണ് നമ്മൾ പഠിക്കുന്നത്. 2 + ING വരുന്ന വാക്കുകളാണ് പഠിക്കുന്നത്. ഏതാണ് നോക്കിയോണേ. ഒരു ഇതേന്നൂടെ 6-7 വാക്കുകളുണ്ട്. ഒന്നാമത്തെ വിത്ത് എ വ്യൂ. ഒന്നാമത്തെ വാക്ക് ഏതാ? വിത്ത് എ വ്യൂ. രണ്ടാമത്തെ ലുക്ക് ഫോർവേഡ്. മൂന്നാമത്തത് ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. വാക്കുകളൊന്ന് പറഞ്ഞേ. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ഇതിൽ ഏത് വാക്ക് കഴിഞ്ഞാലും 2 + ING ഉത്തരം. വാക്കുകൾ ഏതൊക്കെയാണ് ഒന്നും കൂടെ പറഞ്ഞേ. വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? 2 + ING ഉത്തരമായിട്ട് ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് പ്ലസ് 2 + ING. അപ്പൊ 2 + ING വരുന്ന വാക്കുകളൊന്ന് പറഞ്ഞു നോക്കില്ലേ. വിത്ത് എ വ്യൂ നോക്കാതെ പറ. ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് പ്ലസ് 2 + ING. ഓക്കെ, ചോദ്യം നോക്കിയേ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഹിം സോൺ. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഹിം സോൺ. മീറ്റ് ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്, ടു മീറ്റിംഗ് ഉണ്ട്, ഉണ്ട്. നോക്ക്, ടു മീറ്റിംഗ് ഉണ്ട് എഴുതുവോ? അവിടെ ലുക്ക് ഫോർവേഡ് കഴിഞ്ഞ് 2 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ING എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മീറ്റിംഗ് ആണ് അവിടെ ഉത്തരം. നിങ്ങൾ ചാടിക്കയറി 2 മീറ്റിംഗ് എഴുതുവോ? ഇല്ല, അവിടെ 2 ഓൾറെഡി ഉണ്ടെങ്കിൽ ING എഴുതിയാൽ മതി. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന പ്രിപ്പോസിഷൻ 2 ആണ്. 1 മാർക്ക് അങ്ങനെയും നമുക്ക് കിട്ടാം. ഈ വാക്കിൽ കഴിഞ്ഞിട്ട് ഡാഷ് എന്നിട്ട് യൂസ് ആപ്റ്റ് പ്രിപ്പോസിഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? 2 എഴുതാം. ഓക്കെ, വാക്കുകൾ ഏതൊക്കെയായിരുന്നു? വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. അടുത്ത് നോക്കിയ രണ്ടാമത്തത് വി അക്വയർ ഡിഗ്രീസ് വിത്ത് എ വ്യൂ ഡാഷ് എ ജോബ്. വി അക്വയർ ഡിഗ്രീസ് വിത്ത് എ വ്യൂ ഡാഷ് എ ജോബ്. ഗെറ്റിംഗ് ഉണ്ട്, ടു ഗെറ്റിംഗ് ഉണ്ട്, ഗെറ്റ് ഉണ്ട്, ഗോട്ട് ഉണ്ട്. ഏത് തരം വരും കൂട്ടലെ? നമുക്ക് വിത്ത് എ വ്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ വിത്ത് എ വ്യൂ കഴിഞ്ഞാൽ എന്ത് 2 + ING. ടു ഗെറ്റിംഗ് വെറും ING എഴുതുവോ? ഇല്ല, ടു ഗെറ്റിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ 2 + ING വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്സ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. കഴിഞ്ഞാൽ 2 + ING. അടുത്ത് നോക്കിയേ, അടുത്ത ഫ്രം + ING വരുന്ന വാക്കുകളാണ് പഠിക്കുന്നത് കേട്ടോ. ഫ്രം + ING വരുന്ന വാക്ക്. ചില വാക്കുകൾ കഴിഞ്ഞാൽ ഫ്രം + ING ഉത്തരം. പഠിച്ചേ 3 വാക്കുകൾ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. പറഞ്ഞേ 3 വാക്കുകൾ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. കഴിഞ്ഞാൽ ഫ്രം + ING. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഫ്രം + ING. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ തടസ്സം പിടിക്കുക. 3ന്റെ അർത്ഥം തടസ്സം പിടിക്കുക എന്നാണ്. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. അല്ലെങ്കിൽ ഇത് ചെയ്യുന്നൂടെ വേണ്ടെന്ന് വയ്ക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക, വിലക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ്. കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഫ്രം + ING. ഇപ്പൊ ഈ വാക്കുകളോടൊപ്പം ചേരുന്ന പ്രിപ്പോസിഷൻ ഫ്രം ആണ്, തുടർന്ന് ING ജെറണ്ട് വരുന്നു. വാക്ക് നോക്കി. പ്ലീസ് റിഫ്രൈൻ ഫ്രം ഡാഷ് ഹിയർ. പ്ലീസ് റിഫ്രൈൻ ഫ്രം ഡാഷ് ഹിയർ. കണ്ടല്ലോ. ഇപ്പൊ തന്നിരിക്കുന്നതിൽ റിഫ്രൈൻ ഫ്രം തന്നിട്ടുണ്ട്, നമുക്ക് ബ്രാക്കറ്റിൽ ഈറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരും കുട്ടികളെ?
ഈറ്റിംഗ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. റിഫ്രൈൻ ഫ്രം കഴിഞ്ഞാൽ ഈറ്റിംഗ്, ഈറ്റിംഗ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. കണ്ടോ? പ്ലീസ് റിഫ്രൈൻ ഫ്രം ഈറ്റിംഗ് ഹിയർ. അടുത്ത് നോക്കിയേ, യു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡാഷ് ഹിയർ. യു ആർ പ്രൊഹിബിറ്റഡ് ഫ്രം ഡാഷ് ഹിയർ. പ്രൊഹിബിറ്റഡ് കഴിഞ്ഞാൽ ഫ്രം വന്നിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ING. സിംഗിന്റെ സിംഗിന്റെ ING രൂപ ഏതാ? സിംഗിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഫ്രം പ്ലസ് ING വരുന്ന ഉത്തരങ്ങളെ ചോദ്യങ്ങൾ വാക്കുകൾ ഏതൊക്കെയാണ് കൂട്ടില്ലേ? 3 വാക്കുകളൊന്ന് പറഞ്ഞേ. 3 ചോദിച്ചിട്ടുണ്ട് ചോദ്യത്തിൽ പരീക്ഷയിൽ. റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ് പ്ലസ് ഫ്രം പ്ലസ് ING. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മറ്റേ തെറ്റൊക്കെ തന്നിട്ട് തിരുത്താനൊക്കെ പറയുന്ന ചോദ്യങ്ങളൊക്കെ വരും. അടുത്ത് നോക്കിയേ, അടുത്തതാണ് 3 വാക്കുകൾ. ഓൺ പ്ലസ് ING വരുന്ന 3 വാക്കുകളാണ് പറയുന്നത് കേട്ടോ. ഓൺ പ്ലസ് ING വരുന്ന 3 വാക്കുകൾ ഏതൊക്കെയാണ്? 3 വാക്കുകൾ. ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന്. പറഞ്ഞു കൂട്ടളെ, ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന്. 3 വാക്കുകൾ ഒന്നും കൂടെ പറഞ്ഞേ. ഇന്റന്റ്, രണ്ടാമത്തെ ഏതാ? ഇൻസിസ്റ്റ്, മൂന്നാമത്തത് കീന്. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING ഉത്തരം. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ ഏത് ചേർത്ത് പറയണം? ഓൺ പ്ലസ് ING ഉത്തരം. ഏതൊക്കെ വാക്കുകളാണ്? ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING. ചോദ്യം നോക്കിയേ, ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് TV. ഹി ഇൻസിസ്റ്റഡ് ഓൺ ഡാഷ് TV. നോക്ക്, ഇൻസിസ്റ്റഡ് ഓൺ കിടപ്പുണ്ട്. വാച്ച് ആണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഉത്തരം ഏത് വരും കുട്ടികളെ? വാച്ചിങ്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് വാച്ചിങ്. നോക്കുക, ഓൺ അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഹി ഇൻസിസ്റ്റഡ് ഓൺ വാച്ചിങ് TV. അടുത്ത് നോക്കിയേ, ദേ വെയർ കീൻ ഓൺ ഡാഷ് ഡിഫറെന്റ് പസിൽസ്. ദേ വെയർ കീൻ ഓൺ ഡാഷ് ഡിഫറെന്റ് പസിൽസ്. നോക്കിയേ, അവിടെ സോൾവ് ആണ് തന്നിരിക്കുന്നത്. കീന് കഴിഞ്ഞിട്ട് ഓൺ വന്നിട്ടുണ്ട്. ഉത്തരം ഏതായിരിക്കണം? ING. അപ്പൊ നമുക്ക് ഉത്തരം ഏത് വരുന്നു കുട്ടികളെ? സോൾവിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? സോൾവിങ് വരുന്നു. അപ്പൊ നമ്മള് ഓൺ പ്ലസ് ING വരുന്ന വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു? ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത് നോക്കിയേ, അടുത്തത് ഓഫ് പ്ലസ് ING വരുന്ന വാക്കുകളാണ് പഠിക്കുന്നത് കേട്ടോ. ഓഫ് പ്ലസ് ING വരുന്ന വാക്കുകൾ 3 വാക്കുകളാണ്. കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ്. പറഞ്ഞു കൂട്ടളെ, കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ്. ഒന്നും കൂടെ പറഞ്ഞേ, കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് പ്ലസ് ING യോട് ഉത്തരമായിട്ട് വരുന്നു. ഈ 3 വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ് പ്ലസ് ING. ഏതൊക്കെയാണ് വാക്കുകള്? കോൺഫിഡന്റ് ഒന്നാമത്തത്, രണ്ടാമത്തത് ഫോണ്ട്, മൂന്നാമത്തത് ടയേർഡ്. കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയുക? ഓഫ് പ്ലസ് ING ചേർത്തിട്ട് പറയുക. ഓക്കെ, നോക്കിയേ, ചോദ്യം നോക്കിയേ, ഹി ഈസ് കോൺഫിഡന്റ് ഓഫ്. ഹി ഈസ് കോൺഫിഡന്റ് ഓഫ് വിന്നിങ് ദ ഗെയിം. കണ്ടല്ലോ, കോൺഫിഡന്റ് ഓഫ് കഴിഞ്ഞിട്ട് വിന്നിങ് എന്ന് പറയുന്ന ING ജെറണ്ട് വന്നിരിക്കുന്നു. ഹി ഈസ് കോൺഫിഡന്റ് ഓഫ് വിന്നിങ് ദ ഗെയിം. അടുത്ത് നോക്കിയേ, ഹെലൻ വാസ് ടയേർഡ് ഓഫ് ഡാഷ് ഹെർ റൂം. ഡാഷ് ഹെർ റൂം. കണ്ടല്ലോ, ടയേർഡ് ഓഫ് കഴിഞ്ഞിട്ട് ഡാഷ് വന്നിരിക്കുന്നു. ക്ലീൻ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം ഏത് വരും കൂട്ടരെ? ക്ലീനിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ING. ക്ലീനിങ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, കണ്ടോ? അപ്പൊ നമ്മൾ പറഞ്ഞ ഓഫ് പ്ലസ് ING വരുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ്. ഒന്നും കൂടെ പറ, കോൺഫിഡന്റ്, ഫോണ്ട്, ടയേർഡ് കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഓഫ് പ്ലസ് ING. ലാസ്റ്റ് വൺ ആണ് ഇൻ പ്ലസ് ING വരുന്ന 2 വാക്കുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് സക്സസ്, രണ്ടാമത്തെ ഇൻട്രസ്റ്റഡ്. 2 വാക്കുകൾ ഏതൊക്കെയാണ് കൂട്ടല്ലേ? സക്സസ്, ഇൻട്രസ്റ്റഡ്. ഈ 2 വാക്കുകൾ കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING ഉത്തരം. സക്സസ്, ഇൻട്രസ്റ്റഡ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? ഇൻ പ്ലസ് ING. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ, നമുക്ക് ചോദ്യം, ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ. കണ്ടല്ലോ, ഇൻട്രസ്റ്റഡ് ഇൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വാച്ചിങ് ടെലിവിഷൻ. നിങ്ങൾക്ക് വാച്ച് എന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ എന്താക്കി മാറ്റണം? ഹി ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ വാച്ച്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ഇൻ വാച്ച് ടെലിവിഷൻ. റിമൂവ് ദ എറർ എന്നാണ് തരുന്നതെങ്കിൽ വാച്ച് മാറ്റിയിട്ട് വാച്ചിങ് ആക്കണം. ഇപ്പൊ ഇൻ പ്ലസ് ING വരുന്ന 2 വാക്കുകൾ ഏതൊക്കെ? സക്സസ്, ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING ഉത്തരം. ഓക്കെ, നമ്മൾ പറഞ്ഞത് ജെറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പോസിഷൻ ചേർത്ത് പറയുന്ന ING രൂപങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അല്ല, ആദ്യത്തെ ഏതായിരുന്നു കൂട്ടരെ? ആ 3 വാക്കുകളൊന്ന് പറഞ്ഞേ. ആദ്യത്തെ ഒരു 5 റൂളാണ് നമ്മൾ പറഞ്ഞത്. 5 റൂളില് ആദ്യത്തെ റൂൾ ഏത് പറഞ്ഞു കൂട്ടലെ? ആദ്യത്തെ റൂള് പറഞ്ഞത് നമ്മൾ ഒന്നാമത് പറഞ്ഞത് ഏതായിരുന്നു പറഞ്ഞത്? തന്നിരിക്കുന്ന ചോദ്യത്തില് വിത്ത് എ വ്യൂ, ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ് എന്ത് ചെയ്യുന്നോടെ? ഈ വാക്കുകൾ കഴിഞ്ഞാൽ 2 പ്ലസ് ING ഉത്തരം. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നമ്മള് ഫ്രം പ്ലസ് ING വരുന്ന വാക്കുകൾ പറഞ്ഞു.
റിഫ്രൈൻ, പ്രൊഹിബിറ്റഡ്, പ്രിവെന്റഡ് കഴിഞ്ഞാൽ ഫ്രം പ്ലസ് ING. അത് കഴിഞ്ഞിട്ട് ഓഫ് പ്ലസ് ING വരുന്ന വാക്ക് പഠിച്ചു. ഏതൊക്കെയാണ്? കോൺഫിഡന്റ്, ഫോണ്ട്, ടൈഡ്, ഓഫ് പ്ലസ് ING. ഇനി ഓൺ പ്ലസ് ING വരുന്ന വാക്ക് പഠിച്ചു. നമ്മുടെ ഇന്റന്റ്, ഇൻസിസ്റ്റ്, കീന് കഴിഞ്ഞാൽ ഓൺ പ്ലസ് ING. ലാസ്റ്റ് വൺ പറഞ്ഞത് ഇൻ പ്ലസ് ING. ഏതൊക്കെയായിരുന്നു രണ്ട് വാക്കുകള്? സക്സസ്, ഇൻട്രസ്റ്റഡ് കഴിഞ്ഞാൽ ഇൻ പ്ലസ് ING. അപ്പൊ ഇതാണ് ജെറണ്ട് എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്ക്, വളരെ കുഞ്ഞായിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. വലിയ പാടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പഠിച്ചു വെച്ചത്, വളരെ എളുപ്പമുള്ളത്, വളരെ ചെറുതായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പൊ എല്ലാവരും എന്നോടൊപ്പം ആ നോട്ടെല്ലാം എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ.